മാത്സ് ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്റഗ്രൽ കാൽക്കുലസ് എന്ന കൺസെപ്റ്റിന്റെ മൂന്നാമത്തെ പാർട്ടുമായിട്ടാണ്. നമ്മൾ ഓൾറെഡി 2 പാർട്ടുകൾ കണ്ടു കഴിഞ്ഞു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാൻ ശ്രമിക്കണം. അതിനുശേഷം മാത്രം പാർട്ട് 3ലേക്ക് വരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാർട്ടിൽ കാണാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, ട്രിക്കി പ്രോബ്ലംസ് ആണ്. അതായത് ഫണ്ടമെന്റൽ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന ട്രിക്കി പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ കാണാൻ പോകുന്നത്. എല്ലാവരും മുഴുവനായി ഇരുന്ന് കാണാൻ ശ്രദ്ധിക്കണം. ഓരോ പ്രോബ്ലംസും വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക. പല പല വിധത്തിലുള്ള പ്രോബ്ലംസ് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇന്റഗ്രേഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ഓർക്കുക. അതുപോലെ ഇത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രോബ്ലം ഏതാ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ഇന്റഗ്രൽ 3x - 1 all divided by x raised to 4 dx. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ച നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഇത് ഡിവൈഡഡ് ബൈ ഉണ്ടല്ലോ, കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണോ ഇന്റഗ്രലിൽ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു റൂളുകളും ഇന്റഗ്രേഷനിൽ പഠിച്ചിട്ടില്ല. നമ്മൾ ബേസിക് കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി. എന്താണ്? ഇന്റഗ്രൽ 3x - 1 divided by x raised to 4. ഇത് ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു dx എന്നും കൂടി ഉണ്ട്. അതും കൂടി എടുത്ത് എഴുതി. ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള എത്ര ടേംസ് ഉണ്ടെങ്കിലും ഇവിടെ ഇപ്പൊ രണ്ട് ടേംസ് ഉള്ളൂ, 3x ഒന്ന് 1. ഇനി അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ x raised to 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഇത് എന്താക്കി എഴുതണം അടുത്ത സ്റ്റെപ്പില്? ഇന്റഗ്രൽ 3x divided by x raised to 4 minus 1 by x raised to 4 into dx. ഓക്കെ, ഇനി നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്യണം. പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതില് രണ്ടോ അതിൽ കൂടുതലോ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിടും. അപ്പൊ അടുത്ത സ്റ്റെപ്പില് ഈക്വൽ ടു ഇന്റഗ്രൽ 3x divided by x raised to 4 dx minus ഇന്റഗ്രൽ 1 by x raised to 4 dx. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ ഒരു എക്സും ഇവിടെ ഒരു എക്സും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ കോൺസ്റ്റന്റ് ഉണ്ട് ഈ ഇന്റഗ്രലിൽ, അത് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് ആദ്യം ഔട്ട്സൈഡ് എടുത്തു 3. അപ്പൊ ഇന്റഗ്രൽ ഇനി ഇവിടെ ഉള്ള എക്സും ഇവിടെ നിന്നുള്ള ഒരു എക്സും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള ഒരു എക്സ് ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്താൽ 1 ആണ് ബാക്കി ഉണ്ടാവുക. ഡിവൈഡഡ് ബൈ x raised to 3 ആയി മാറും. ഒരു എക്സ് ക്യാൻസൽ ചെയ്താൽ x raised to 3 ആവും. ഇവിടെ 1 ആയി മാറും. കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു ഇൻറ്റു dx മൈനസ് ഇന്റഗ്രൽ 1 by x raised to 4 dx. ഇവിടെ ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല, അത് അങ്ങനെ തന്നെ. ഇനി നമ്മൾ ഡിനോമിനേറ്ററിലെ എക്സിന്റെ പവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. അത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ടതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളത്? എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു ഇന്റഗ്രൽ, ഇത് മുകളിലേക്ക് കൊണ്ടുവന്നു, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്തായി മാറും? x raised to -3 എന്നാണ്. ഇത് പ്ലസ് ആണ്, അത് മുകളിലേക്ക് വരുമ്പോൾ -3 dx മൈനസ് ഇന്റഗ്രൽ x raised to -4 dx എന്നായി. അപ്പൊ നമ്മളിവിടെ ഏത് ഫോർമുലയായിരിക്കും ഉപയോഗിക്കുക ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫണ്ടമെന്റൽ ഫോർമുല പറഞ്ഞാൽ ഇന്റഗ്രൽ x raised to n dx ഈക്വൽ ടു എന്തായിരുന്നു? x raised to n plus 1 divided by n plus 1 plus c. ഈ ഇന്റഗ്രേഷന്റെ ഫണ്ടമെന്റൽ ഫോർമുലയാണ് നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോ ആദ്യത്തെ ഇന്റഗ്രൽ എങ്ങനെ മാറും? നെക്സ്റ്റ് സ്റ്റെപ്പില് ഇത് എന്തായി മാറും? ഈ ഫണ്ടമെന്റൽ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3 ഈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ n-ന്റെ സ്ഥാനത്ത് -3 ആണ്. അപ്പൊ ഇത് x raised to -3 plus 1 divided by -3 plus 1. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ അവസാനം എടുത്താൽ മതി. ഈ രണ്ടാമത്തെ ഇന്റഗ്രൽ എടുത്തു, അതിന്റെ നടുക്കില് സൈന് മൈനസ് ആണ്, അത് കൊടുത്തു. രണ്ടാമത്തെ ഇന്റഗ്രലില് -4 ആണ് n-ന്റെ സ്ഥാനത്ത്. അപ്പൊ x raised to -4 plus 1 divided by -4 plus 1 plus constant of integration c. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫണ്ടമെന്റൽ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇത് ഈക്വൽ ടു 3x raised to -2 -3 plus 1 എഴുതാം, -2 ആയി. ഡിവൈഡഡ് ബൈ -2 മൈനസ് x raised to -4 plus 1 ആണ്. അപ്പൊ -3 ആയി മാറി. ഡിവൈഡഡ് ബൈ -3 plus 6.
ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ മൈനസ് സൈൻ ന്യൂമറേറ്ററിൽ കൊടുക്കുന്നു, മൈനസ്, ഇനി നമ്പേഴ്സ് ഒരുമിച്ച് എഴുതുന്നു. അപ്പൊ 3/2 x⁻². ഇനി അതുപോലെ ഈ മൈനസ് മൈനസ് എന്നുള്ളത് പ്ലസ് ആയി മാറി നമ്മള് x⁻³ പ്ലസ് c. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സിന്റെ പവർ പോസിറ്റീവ് ആയിട്ട് എഴുതാം. അപ്പൊ ന്യൂമറേറ്ററിലാണ് ഇതിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ളത്, ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നാൽ പോസിറ്റീവ് ആയി മാറും. അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത് -3/2 x⁻², ഡിനോമിനേറ്ററിൽ കൊണ്ടുവരും, പ്ലസ് ഇതെന്തായി മാറും, ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ന്യൂമറേറ്ററിലൂടെ 1 ആണ് ബാക്കി ഉണ്ടാവുക, 1/3 x⁻³ പ്ലസ് c. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ പ്രോബ്ലം ആണ്, പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. അപ്പൊ അങ്ങനെ ഹോൾ ഡിവൈഡഡ് ബൈ എന്നൊക്കെ ഉള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഏതാണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലെ ചെയ്യേണ്ട കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് മാത്രമേ അതിലൊരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 3 cos x plus 4 divided by sin square x dx ഹോൾ ഡിവൈഡഡ് ബൈ എന്നാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി ഇന്റഗ്രൽ 3 cos x plus 4 divided by sin square x dx. ഇത് നമ്മൾ ചെയ്യുന്നത് ഓൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ടേമിനെയും sin square x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 3 cos x divided by sin square x plus 4 divided by sin square x dx. ഇത് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രേഷൻ എന്നുള്ളതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താവും, ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 3 cos x divided by sin square x dx plus integral 4 by sin square x dx. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കേണ്ടതിൽ കോൺസ്റ്റന്റ് ഉണ്ടോ, കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ ആ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു, 3 ആണ് കോൺസ്റ്റന്റ്, 3 ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ cos x ഡിവൈഡഡ് ബൈ, ഞാൻ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. sin square x എന്നുള്ളതിനെ ഞാൻ മാറ്റിയിട്ട് ഒരു sin x ഇൻറ്റു sin x എന്നാക്കി മാറ്റി, സെപ്പറേറ്റ്. അപ്പൊ sin x ഇൻറ്റു sin x എന്ന് പറഞ്ഞാൽ sin square x തന്നെയാണ്, dx പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് 4 ആണ്, 4 ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ 4 ഔട്ട്സൈഡ് പോയ 1 ഉണ്ടാവും, ഇത് sin square x dx. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽ ഫോർമുലയിൽ വരുന്ന വിധത്തിൽ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് 3 ഇൻറ്റു ഇന്റഗ്രൽ cos x ബൈ sin x എന്നാക്കി ഇൻറ്റു 1 ബൈ sin x നോക്കി. ഒരു sin x മാറ്റി നിർത്തുക പറഞ്ഞാൽ അതിന്റെ ന്യൂമറേറ്ററിൽ 1 ആയിരിക്കും. 1 ഇൻറ്റു cos x എന്ന് പറഞ്ഞാൽ cos x ആണ്, sin x ഇൻറ്റു sin x എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വരും, ഇൻറ്റു dx പ്ലസ് 4 ഇൻറ്റു ഇന്റഗ്രൽ 1 ബൈ sin square x dx. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഈക്വൽ ടു 3 ഇൻറ്റു ഇന്റഗ്രൽ cos ബൈ sin എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്, sin ബൈ cos ആണെങ്കിൽ tan ആയിരുന്നു. അപ്പൊ തിരിച്ചു വന്നാൽ cos ബൈ sin എന്ന് പറഞ്ഞാലോ cot, അപ്പൊ ഇത് cot x. 1 ബൈ sin എന്ന് പറഞ്ഞാലോ cosec എന്നുണ്ട്, cosec x dx പ്ലസ് 4 ഇൻറ്റു ഇന്റഗ്രൽ 1 ബൈ sin square x എന്നാണ്. അപ്പൊ എന്താവും, sin ആണെങ്കിൽ cosec എന്ന് പറയും, അപ്പൊ cosec സ്ക്വയർ എന്നാവും, sin സ്ക്വയർ എന്നാണ്, cosec സ്ക്വയർ x dx. ഈ രണ്ട് ഫോർമുലയും നമ്മൾ ഫണ്ടമെന്റൽ ഫോർമുല ആയിട്ട് പഠിച്ചതാണ്. എന്താണ്, ഇന്റഗ്രൽ ഓഫ് cosec x cot x. നമ്മൾ അങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ, cosec x cot x. ഇത് വേണമെങ്കിൽ തിരിച്ചെഴുതാം, നിങ്ങൾക്കൊന്ന് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒന്ന് തിരിച്ചെഴുതുന്നുണ്ട്. 3 ഇൻറ്റു ഇന്റഗ്രൽ cosec x cot x dx. ഇൻറ്റു ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അതുപോലെ cot x ഇൻറ്റു cosec x എന്ന് പറഞ്ഞാൽ cosec x ഇൻറ്റു cot x എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അതുകൊണ്ടാണ് തിരിച്ചെഴുതിയത്. പ്ലസ് 4 ഇൻറ്റു ഇന്റഗ്രൽ cosec സ്ക്വയർ x dx. ഓക്കെ,
ഇനി വളരെ സിമ്പിൾ ആണ്, ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഇതെങ്ങനെ എഴുതുക? ഇതിന്റെ ഇന്റഗ്രൽ എടുത്താൽ എന്താ വരിക എന്ന് പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്തിനെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്, കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് കിട്ടുന്നത്. നമ്മൾ കൊസീക് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രൽ ഓഫ് കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് കൊസീക് എക്സ് ആയിരിക്കും. കാരണം കൊസീക് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സി വെച്ച് തുടങ്ങുന്നതായതുകൊണ്ട് തന്നെ അതിലൊരു മൈനസ് ഉണ്ടാവും. ആ മൈനസ് നമ്മൾ അടുത്ത സൈഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ 3 into minus cosec x plus 4. ഇനി എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത്? കോട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് കിട്ടുക, സി വെച്ച് തുടങ്ങുന്നതായതുകൊണ്ട്. പക്ഷെ ഇവിടെ മൈനസ് ഇല്ല. അപ്പൊ ഇന്റഗ്രൽ ഓഫ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ട് എക്സ് ആയിരിക്കും. 4 into മൈനസ് കോട്ട് എക്സ് എന്ന് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക, അത്ര മാത്രമേ വേണ്ടൂ. ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ ഇതെന്താ, മൈനസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇത് -3 കൊസീക് എക്സ്, അതുപോലെ ഇത് പ്ലസ് ഇൻറ്റു മൈനസ് ഉണ്ട്. അപ്പൊ -4 കോട്ട് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. ഓക്കെ, ഇത്രയും സിമ്പിൾ ആയ കൺസെപ്റ്റ് ആണ്. പക്ഷെ എങ്ങനെ ഇത് അറേഞ്ച് ചെയ്ത് എഴുതണം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമുക്ക് വേണ്ട ഫണ്ടമെന്റൽ ഫോർമുല കിട്ടാൻ എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതണം എന്നുള്ള കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഫണ്ടമെന്റൽ ഫോർമുല നന്നായി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കുന്നത് ഇതേപോലെ തന്നെ ചെയ്യേണ്ട പ്രോബ്ലം ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമ്മൾ തന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇവാലുവേറ്റ് ഇന്റഗ്രൽ 2 + 3 sin x all divided by cos square x dx. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. ഇന്റഗ്രൽ 2 + 3 sin x all divided by cos square x dx. അതിനുശേഷം all divided by തന്നതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് രണ്ട് ടേമിനെ ഡിവൈഡ് ചെയ്യണം cos square x കൊണ്ട്. ഇന്റഗ്രൽ 2 cos square x plus 3 sin x divided by cos square x dx. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ടേംസ് ഉണ്ട്. അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രേഷനിലെ ആദ്യത്തെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈക്വൽ ടു ഇന്റഗ്രൽ 2 cos square x dx plus ഇന്റഗ്രൽ 3 sin x divided by cos square x dx. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഓഫ് ഇന്റഗ്രേഷൻ ഉപയോഗിക്കാൻ പോവാണ്. കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഔട്ട്സൈഡ് എടുക്കുക, അതാണ് പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ 2 ആണ് കോൺസ്റ്റന്റ്, ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ അപ്പൊ ഇവിടെ 1 ആയി മാറി ബൈ cos square x dx പ്ലസ് ഇവിടെ 3 ആണ് കോൺസ്റ്റന്റ്, 3 ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ sin x ഡിവൈഡഡ് ബൈ cos square x dx. ഓക്കെ, ഇനി നമ്മൾ ഇത് പഠിച്ച ഫണ്ടമെന്റൽ ഫോർമുലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെയാ അറേഞ്ച് ചെയ്യാം? ഇത് 2 into ഇന്റഗ്രൽ 1 cos square x എന്ന് പറഞ്ഞാൽ sec square x എന്ന് കിട്ടും. sec square x, കാരണം 1 cos എന്ന് പറഞ്ഞാൽ sec ആണ്, അപ്പോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് sec square x dx പ്ലസ് 3 into ഇന്റഗ്രൽ നമ്മൾ പഠിച്ച ഇന്റഗ്രലിന്റെ ഫോർമുലയിലേക്ക് വരാൻ പാകത്തിൽ വേണം ഇത് അറേഞ്ച് ചെയ്യാൻ. അപ്പൊ നമ്മളിത് ഒരു കോസിനെ നമ്മൾ മാറ്റി വെച്ചു. ഇവിടെ cos square x എന്നുള്ളതിൽ നിന്ന് ഒരു കോസ് മാറ്റി 1 cos എന്നാക്കി. ഇൻറ്റു ഇവിടെ ഒരു sin x ഉണ്ട്, sin x ഡിവൈഡഡ് ബൈ cos x എന്നാക്കി. ഓക്കെ, dx. അപ്പോൾ ഒരു ചേഞ്ചും ഇല്ല. 1 into sin x ആണ് sin x ആണ്, cos x into cos x ആണ് cos square x ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു 2 into ഇന്റഗ്രൽ sec square x dx പ്ലസ് 3 into ഇന്റഗ്രൽ 1 cos എന്ന് പറഞ്ഞാൽ sec x ഇൻറ്റു sin cos എന്ന് പറഞ്ഞാൽ tan ആണ്, tan x dx. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ഇന്റഗ്രലിൽ നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൃത്യമായി പഠിച്ച ആളാണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും. എന്തിന്റെ ഡെറിവേറ്റീവ് ആയിരുന്നു sec square x? tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec square x. അപ്പൊ sec square x ന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? tan x ആയിരിക്കും. അപ്പൊ ഇത് 2 tan x പ്ലസ് 3 എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് sec x tan x എന്ന് പറയുന്നത്? sec x ന്റെ ഡെറിവേറ്റീവ് ആണ് sec x tan x എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ sec x tan x നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക sec x ആണ്. അപ്പോൾ 3 sec x plus
കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ 2 tan x plus 3 sec x plus c. വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ഫണ്ടമെന്റൽ ഫോർമുല എങ്ങനെ ചോദിച്ചാലും അറിയാൻ പാകത്തിൽ നന്നായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ് ഓർത്തിരിക്കാനൊക്കെ, പക്ഷെ ഈ രീതിയിൽ തന്നെ ഓർക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ cos 2x ഹോൾ ഡിവൈഡഡ് ബൈ cos സ്ക്വയർ x into sin സ്ക്വയർ x dx. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം എടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? ഇന്റഗ്രൽ cos 2x ഹോൾ ഡിവൈഡഡ് ബൈ cos സ്ക്വയർ x into sin സ്ക്വയർ x dx. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഈ cos 2x എന്നുള്ള ഫോർമുല നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം 4 ഫോർമുലയോളം പഠിച്ചിട്ടുണ്ട് cos 2x-ന്. സൈനിലും കോസിലും വരുന്ന 3 ഫോർമുലയും അതുപോലെ ടാനിൽ വരുന്ന ഒരു ഫോർമുലയായിട്ട് അങ്ങനെ 4 ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മയില്ലാത്തവര് ട്രിഗണോമെട്രി എടുത്ത് നോക്കണം. അപ്പൊ അതിൽ നമ്മൾ ഏത് ഫോർമുല ഇവിടെ ഉപയോഗിക്കണം, എന്നുള്ളത് നമുക്ക് ഇതിന്റെ ഡിനോമിനേറ്റർ നോക്കിയാൽ തന്നെ കിട്ടും. ഇവിടെ cos സ്ക്വയർ x ഉണ്ട്, sin സ്ക്വയർ x ഉണ്ട്. അപ്പൊ cos സ്ക്വയർ x ഉം sin സ്ക്വയർ x ഉം വരുന്ന ഫോർമുലയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ഫോർമുല cos 2x equal to cos സ്ക്വയർ x minus sin സ്ക്വയർ x എന്നുള്ള ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് cos 2x ന് പകരം എന്ത് എഴുതാം? cos സ്ക്വയർ x minus sin സ്ക്വയർ x എന്ന് എഴുതാം cos 2x ന് പകരം. ഇനി അത് ഇന്റഗ്രൽ ഉണ്ട് ഇവിടെ, അപ്പൊ ഇന്റഗ്രൽ കൊടുത്തു ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? cos സ്ക്വയർ x into sin സ്ക്വയർ x dx. ഓക്കെ, എങ്ങനെ ഇത് മാറ്റി എഴുതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. cos 2x ന്റെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ഇത് ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ രണ്ട് ടേമിനെയും ഡിവൈഡ് ചെയ്യണമെന്നാണ്. അപ്പൊ നമ്മൾ എങ്ങനെ മാറ്റുന്നു? ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ cos സ്ക്വയർ x divided by cos സ്ക്വയർ x into sin സ്ക്വയർ x minus sin സ്ക്വയർ x divided by cos സ്ക്വയർ x into sin സ്ക്വയർ x dx. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രേഷൻ ഉപയോഗിച്ചു സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇതിനെ രണ്ട് ഇന്റഗ്രൽ ആക്കാൻ പോവാണ് അങ്ങനെ. അപ്പൊ എന്താവും? ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ cos സ്ക്വയർ x divided by cos സ്ക്വയർ x into sin സ്ക്വയർ x dx minus integral sin സ്ക്വയർ x divided by cos സ്ക്വയർ x into sin സ്ക്വയർ x dx. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇന്റഗ്രൽ ആക്കി. ഓക്കെ, ഇനി എന്താണ് ഇതിലെ കോൺസ്റ്റന്റ് ഉണ്ടോ നോക്കുക. കോൺസ്റ്റന്റ് ഒന്നുമില്ല, ഔട്ട്സൈഡ് എടുക്കുക. അപ്പൊ ഏതാ ക്യാൻസൽ ചെയ്ത് പോകാനുണ്ടോ നോക്കുക. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകാനുണ്ട്. ഒരു cos സ്ക്വയർ x ഉം cos സ്ക്വയർ x ഉം ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ ന്യൂമറേറ്ററിൽ 1 ആയി മാറും. ഡിനോമിനേറ്ററിൽ ഉള്ള cos സ്ക്വയർ x ഉം ന്യൂമറേറ്ററിലുള്ള cos സ്ക്വയർ x ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ ബാക്കി sin സ്ക്വയർ x ഉണ്ടാവും dx മൈനസ് ഇന്റഗ്രൽ. അതുപോലെ ഇവിടെ sin സ്ക്വയർ x ഉം sin സ്ക്വയർ x ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിൽ 1 ഉണ്ടാവും, ഡിനോമിനേറ്ററിൽ cos സ്ക്വയർ x ഉണ്ടാവും dx. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും നമ്മൾ ഇതിനെ വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. 1/sin എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? കൊസീക് ആണ്. അപ്പൊ 1/sin സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും? കൊസീക് സ്ക്വയർ എന്ന്. അപ്പൊ ഇത് കൊസീക് സ്ക്വയർ x, ഇവിടെ x ആയതുകൊണ്ടാണ് x എന്ന് കൊടുത്തത്. കൊസീക് സ്ക്വയർ x dx മൈനസ് ഇന്റഗ്രൽ 1/cos x എന്ന് പറഞ്ഞാൽ sec x എന്നാണ് കിട്ടുക. അതുപോലെ 1/cos സ്ക്വയർ x എന്ന് പറഞ്ഞാൽ sec സ്ക്വയർ x ആവും. അപ്പൊ sec സ്ക്വയർ x dx എന്ന്. ഓക്കെ, അപ്പൊ നമ്മളെ ആൻസർ കിട്ടാൻ ഒരൊറ്റ സ്റ്റെപ്പിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫണ്ടമെന്റൽ ഫോർമുല അറിയുന്നവർക്ക് ഇത് ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് കൊസീക് സ്ക്വയർ x എന്ന് പറയുന്നത്? cot x ന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് മൈനസ് കൊസീക് സ്ക്വയർ x എന്നാണ് കിട്ടുക. മൈനസ് കൊസീക് സ്ക്വയർ x എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ മൈനസ് ഇല്ലാതെയാണ് ഇന്റഗ്രൽ എടുത്തത്. അപ്പൊ ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ x dx എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക മൈനസ് cot x എന്ന് കിട്ടും. മൈനസ് cot x. ഇനി ഇവിടെ മൈനസ് ആയിട്ടാണ് മൈനസ് കൊടുത്തു. എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് sec സ്ക്വയർ x? tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec സ്ക്വയർ x. അപ്പൊ sec സ്ക്വയർ x ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക tan x ആണ്. അപ്പൊ ഇത് tan x പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് സിമ്പിൾ ആണ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ cos 2x ന്റെ ഫോർമുല കൃത്യമായി അറിയണം. cos 2x ന്റെ ഏത് ഫോർമുല ഉപയോഗിക്കേണ്ടതെന്നുള്ള ഓർത്തിരിക്കണം.
അപ്പൊ അത് ഈ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ആ ടെക്നിക്ക് തന്നെ ഓർത്ത് വെക്കാൻ നോക്കുക. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്നാണ് നോക്കാൻ പോകുന്നത്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുപോലെ ഹോൾ ഡിവൈഡഡ് ബൈ എന്നുള്ള കൺസെപ്റ്റും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ഇന്റഗ്രൽ sin cube x plus cos cube x whole divided by sin square x into cos square x dx. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. ഇന്റഗ്രൽ sin cube x plus cos cube x whole divided by sin square x into cos square x dx. അതിനുശേഷം അത് ഹോൾ ഡിവൈഡഡ് ബൈ എന്നുള്ളത് കൊണ്ട് രണ്ട് ടൈമിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ sin cube x ഹോൾ ഡിവൈഡഡ് ബൈ sin square x into cos square x പ്ലസ് ഇനി cos cube x നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ cos cube x ഡിവൈഡഡ് ബൈ sin square x into cos square x dx. ഓക്കെ, ഇപ്പൊ രണ്ട് ടേമിനെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതില് രണ്ട് ടേംസ് ഉണ്ട്, രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ രണ്ട് ഇന്റഗ്രൽ ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രേഷൻ ഉപയോഗിക്കുകയാണ്. അപ്പൊ രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ sin cube x divided by sin square x into cos square x dx plus integral cos cube x whole divided by sin square x into cos square x dx. ഇത് രണ്ട് ഇന്റഗ്രൽ ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇനി നോക്കേണ്ടത് കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കണ്ടോ? ഇല്ല, ആദ്യത്തെ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ഒന്നുമില്ല. പക്ഷെ ക്യാൻസൽ ചെയ്യാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. sin square x നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ sin cube x ഉണ്ട്. അപ്പൊ ഒരു sin square x ഇവിടെ ക്യാൻസൽ ചെയ്തു, ഇവിടുന്നും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ഒരു sin x ഉണ്ടാവുള്ളൂ. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ sin square x ക്യാൻസൽ ചെയ്ത് പോയിണ്ടാവും, cos square x ഉണ്ട്. cos square x dx പ്ലസ് ഇന്റഗ്രൽ ഇതിലും കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കാനില്ല, നമുക്ക് cos square x ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു cos x റിമൈനിങ് ഉണ്ടാവും ന്യൂമറേറ്ററിൽ, cos x ഡിവൈഡഡ് ബൈ ഇവിടുത്തെ cos square x ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവും, ഇവിടെ sin square x dx. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. നമുക്ക് എങ്ങനെയാണോ ഫണ്ടമെന്റൽ ഫോർമുല പഠിച്ചത് ആ രീതിയിൽ വരുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റണം. ഇത് ഈക്വൽ ടു നമുക്കിത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 1 cos x എന്നാക്കിയ ഇൻറ്റു sin x cos x dx എന്നാക്കി. അപ്പൊ ഇത് 1 into sin x എന്ന് പറഞ്ഞാൽ sin x ആണ്, cos x into cos x എന്ന് പറഞ്ഞാൽ cos square x ആണ്. പ്ലസ് അതുപോലെ ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. 1 sin x into cos x sin x dx എന്നാക്കി. അപ്പൊ 1 into cos x എന്ന് പറഞ്ഞാൽ cos x എന്ന് കിട്ടും, sin x into sin x എന്ന് പറഞ്ഞാൽ sin square x കിട്ടും. അപ്പൊ എന്താണ് 1 cos x? നമ്മൾ ഇത്രയും നേരം കണ്ടു കഴിഞ്ഞാണ്. 1 cos x എന്ന് പറഞ്ഞാൽ sec x into sin x cos x എന്ന് പറഞ്ഞാൽ tan x dx പ്ലസ് ഇന്റഗ്രൽ 1 sin x എന്ന് പറഞ്ഞാൽ cosec x into ഇവിടെ cos x sin x എന്നാണ്, അപ്പൊ അത് cot x dx. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇന്റഗ്രലും ഫണ്ടമെന്റൽ ഫോർമുല ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഇന്റഗ്രൽ ഓഫ് sec x tan x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്നില്ല. എന്ത് നോക്കുക, ഇവിടെ തന്നത് എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് sec x tan x എന്ന് പറയുന്നത്? sec x ന്റെ ഡെറിവേറ്റീവ് ആണ് sec x tan x എന്ന് പറയുന്നത്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് sec x tan x എന്ന് പറഞ്ഞാൽ നമുക്ക് sec x എന്ന് കിട്ടും. sec x കിട്ടി. പ്ലസ് അടുത്തത് എന്താണ്, ഇവിടെ ഇന്റഗ്രൽ ഓഫ് cosec x cot x dx എന്നാണുള്ളത്. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്തിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോഴാണ് cosec x cot x കിട്ടുന്നത്? നമ്മൾ cosec x നെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ cosec x എന്ന് പറയുമ്പോൾ c ലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മൈനസ് cosec x cot x എന്നായിരിക്കും അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ തന്ന ഇന്റഗ്രലിന്റെ അകത്ത് മൈനസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ മൈനസ് നമ്മൾ അടുത്ത സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ പഠിച്ചാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? മൈനസ് cosec x കിട്ടും പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതാം. ഇത് ഈക്വൽ ടു sec x
പ്ലസ് മൈനസ് എന്നുള്ള മൈനസ് ആയി cosec x പ്ലസ് സി. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് കിട്ടി? sec x മൈനസ് cosec x പ്ലസ് സി. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഇന്ന് ചെയ്ത ഈ 5 പ്രോബ്ലത്തില് ഏതും ചോദിക്കാം, 2-3 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത്രയും നന്നായിട്ട് പഠിക്കുക. എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നുള്ളത് മനസ്സിലാക്കുക. ട്രിഗണോമെട്രിക് ഫോർമുലകളൊക്കെ ശരിക്കും പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇന്നത്തെ ഇന്റഗ്രൽ കാൽക്കുലസ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഈ 3ാമത്തെ പാർട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 പ്രോബ്ലംസ് ആണ്. ഫണ്ടമെന്റൽ റിസൾട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. ഓരോ പ്രോബ്ലംസും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കുക. അതുപോലെ ഇതിന്റെ മുന്നത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാൻ ശ്രമിക്കണം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതായിരിക്കും. അതുപോലെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ശ്യാം പ്രസാദ്.